നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ഡെയിലി വേജ് ജീവനക്കാരുടെ, അധ്യാപകരുടെയും മറ്റു ജീവനക്കാരുടെയും ദിവസ വേതനം, ഡെയിലി വേജ് വർദ്ധിപ്പിച്ചു എന്ന ഒരു കാര്യമാണ്. അതും അതിനോടനുബന്ധിച്ച ചില കാര്യങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ കൂടിയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഡെയിലി വേജ് ജീവനക്കാരുടെ വേതനം ശരിക്കും ആ, വർദ്ധിപ്പിച്ചിരിക്കുന്നത് 2026 ഏപ്രിൽ 1 മുതലാണ്. അതിൻ്റെ ഉത്തരവാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അതിന് മുൻകാല പ്രാബല്യമോ ഒന്നും ഇല്ല. ഇപ്പോൾ ഉള്ള റേറ്റിൽ നിന്ന് റേറ്റ് എൻഹാൻസ് ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്, വിത്ത് എഫക്റ്റ് ഫ്രം 1/4/2026. അത് അനുസരിച്ച് ഇപ്പൊ നമുക്ക് ആദ്യം ഈ ഡെയിലി വേജ് ജീവനക്കാരെ സംബന്ധിച്ച് ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇവർ ഈ ഡെയിലി വേജ് ജീവനക്കാരെന്ന് പറയുന്നത് അത് ഒരു സ്കെയിൽ ഓഫ് പേയിലല്ല വർക്ക് ചെയ്യുന്നെന്നുള്ള. ഇപ്പോൾ ഒരു സാധാരണ ടീച്ചർ സ്കെയിൽ ഓഫ് പേയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവര് സ്കെയിൽ ഓഫ് പേയിലല്ല വർക്ക് ചെയ്യുന്നത്. പണിയെടുക്കുന്ന, ജോലി ചെയ്യുന്ന ദിവസത്തേക്ക് മാത്രം അതിൻ്റെ റെമ്യൂണറേഷൻ ലഭിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സർവീസ് ഇപ്പോൾ ഒരാൾ ഒരു വർഷം ഡെയിലി വേജ് ആയിട്ട് ജോലി ചെയ്തു എങ്കിൽ അത് പിന്നീട് സ്ഥിരമാകുമ്പോൾ ഈ സർവീസ് മറ്റ് ആനുകൂല്യങ്ങൾക്കൊന്നും തന്നെ പരിഗണിക്കുന്നില്ല എന്നതാണ് സത്യം. മുൻകാലങ്ങളിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖാന്തരമായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് സ്കെയിൽ ഓഫ് പേയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു നിയമനത്തിൽ അങ്ങനെയില്ല. ലീവ് ആകുന്ന ദിവസം അല്ലെ ഹോളിഡേ ആവുന്ന ദിവസമോ, ഹോളിഡേ ആയാൽ അന്ന് അതിൻ്റെ റെമ്യൂണറേഷൻ കിട്ടുന്നതല്ല. അന്ന് ഒരു ടീച്ചർ ലീവായി കഴിഞ്ഞാൽ, ഒരു ദിവസം ലീവ് എടുത്താൽ അന്നും അതിൻ്റെ ക്യാഷ് ലഭിക്കുന്നതല്ല. ഇതിൻ പ്രകാരം ഇപ്പോൾ എൻഹാൻസ് ചെയ്ത റേറ്റ് പ്രകാരം LP UP അധ്യാപകർക്ക് 1070 രൂപ വെച്ചാണ് ദിവസവേതനം കൊടുത്ത്. ഈ 1070 DAയോ HRയോ അങ്ങനെ മറ്റൊന്നുമില്ല, ഒരു കൺസോളിഡേറ്റഡ് എമൗണ്ട് എന്ന രീതിയിലാണ് നമ്മൾ അതിനെ കാണേണ്ടത്. ഹൈസ്കൂളിൽ 1260 രൂപയാണ് ഒരു ദിവസത്തേക്ക്. ഹയർ സെക്കൻഡറി ജൂനിയറിൽ HSS ജൂനിയറിന്, അതിനെപ്പറ്റി ഞാൻ വിശദമായി പറയാം, 1340 രൂപയാണ് ഒരു ദിവസം. HSS സീനിയറിന് 1610 രൂപയാണ് ഒരു ദിവസം. അപ്പൊ ദിവസം ഇത്ര പീരീഡ് അങ്ങനെ ഇല്ല, ആ ദിവസത്തേക്ക് മാത്രമാണ് പറയുന്നത്. പാർട്ട് ടൈം ടീച്ചർ, LP UP സ്കൂളുകളിൽ പാർട്ട് ടൈം ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടാവും. കാരണം അറബിക്ക്, സംസ്കൃതം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾക്ക് ജൂനിയർ ലാംഗ്വേജ് ടീച്ചേഴ്സ് പ്രത്യേകമായിട്ട് പാർട്ട് ടൈം ആയിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ പാർട്ട് ടൈം LP-യിലായാലും UP-യിലായാലും 810 രൂപയാണ്. കാരണം ഒരു LP സ്കൂൾ ടീച്ചറിൻ്റെയും UP സ്കൂൾ ടീച്ചറിൻ്റെയും സ്കെയിൽ ഓഫ് പേ സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഡെയിലി വേജ് എമൗണ്ടും ഇവിടെ സെയിം ആയിട്ട് പാർട്ട് ടൈം ആണ്. പാർട്ട് ടൈം ടീച്ചർ, ഹൈസ്കൂളിലെ പാർട്ട് ടൈം ടീച്ചറിന് 840 രൂപയാണ് ഒരു ദിവസം. പിന്നെ OA FTCM രണ്ട് OA എന്ന് പറയുന്നത് ഓഫീസ് അസിസ്റ്റന്റ് ആണ്. FTCM എന്ന് പറയുന്നത് ഫുൾ ടൈം കണ്ടിൻജന്റ് മീനിയിലാണ്. അവർ രണ്ടും സ്കെയിൽ ഓഫ് പേ പറയുമ്പോൾ ഒരേ സ്കെയിൽ ഓഫ് പേ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് രണ്ടുപേർക്കും 750 രൂപ വീതം ഒരു ഡെയിലി നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ അവരുടെ ജോലികൾ തമ്മിൽ വ്യത്യാസമുണ്ട്. OA എന്ന് പറയുന്നത് ഓഫീസ് കാര്യങ്ങളും അതിന് സഹായിക്കുന്ന ആളാണ്. എന്നാൽ FTCM ഒരു ക്ലീനിങ് സ്റ്റാഫിൽ പെടുന്നയാളാണ്. ക്ലീനിങ് സ്റ്റാഫാണ് ശരിക്കും FTCM എന്ന് പറയുന്നത്. ഇനി അത് PTCM ആയാലും അങ്ങനെ തന്നെ ക്ലീനിങ് സ്റ്റാഫാണ്. ക്ലർക്കിന് 840 രൂപയാണ് ഒരു ദിവസം നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഞാൻ ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി അഡീഷണൽ ആയിട്ട് പറയട്ടെ. ഇപ്പോൾ ഹയർ സെക്കൻഡറി ജൂനിയർ എന്ന് പറഞ്ഞാൽ ആ ജൂനിയർ എന്ന് പറയുന്ന അധ്യാപകന് ഒരു ആഴ്ചയിൽ 15 പീരീഡിൽ താഴെ ഉണ്ടാവുള്ളൂ. 15 പീരീഡിൽ താഴെ മാത്രമേ ഒരാഴ്ചയിൽ ക്ലാസ് എടുക്കേണ്ടതുള്ളൂ. അത്തരം കാറ്റഗറിയിൽപ്പെട്ട അധ്യാപകരാണ് ഹയർ സെക്കൻഡറി ജൂനിയർ എന്ന വിഭാഗത്തിൽ വരുന്നത്. എന്നാൽ ഹയർ സെക്കൻഡറി സീനിയറിൽ 16 പീരീഡിൽ മുകളിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകർ, അത് മിക്കവാറും 24 പീരീഡ് വരെ ഉണ്ടാവും. അത്തരത്തിൽപ്പെട്ട അധ്യാപകരാണ് ഹയർ സെക്കൻഡറി സീനിയർ എന്ന് പറയുന്നത്.
അല്ലെങ്കിൽ ചെറുപ്പക്കാരെന്നോ പ്രായമായെന്നുള്ള അർത്ഥത്തിലല്ല ഈ പോസ്റ്റ് ജൂനിയർ എന്നും സീനിയർ എന്നും വരുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയാം. നമ്പർ ഓഫ് പീരീഡ്സ് ഇൻ എ വീക്കാണ്. ഇനി പാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ അത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. പാർട്ട് ടൈം പാർട്ട് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഉച്ചവരെ എന്നാണ് അർത്ഥം. ചില സ്കൂളുകളിൽ പാർട്ട് ടൈംകാരുടെ സ്ഥിരം പോസ്റ്റ് ആയിരിക്കും. അത്തരക്കാരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ആഴ്ചയിൽ 3 ദിവസം വരുന്ന ഒരു രീതിയുണ്ട്. പാർട്ട് ടൈംകാർ ആഴ്ചയിൽ 3 ദിവസം വന്നാൽ മതി, 2 ദിവസം ബാക്കി 2 ദിവസം വരണ്ട എന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്കൂളുകളുണ്ട്. അതിനൊരു ഓഡിറ്റ് ഒബ്ജക്ഷൻ ഒന്നും പറയാറുമില്ല. കാരണം ഈ നമ്പർ ഓഫ് പീരീഡ് അവർക്കുള്ള പാർട്ട് ടൈം ആണെങ്കിൽ 12 പീരീഡ് ആണെങ്കിൽ ആ 12 പീരീഡും ഒരു 3 ദിവസത്തും കൊണ്ടങ്ങ് തീർക്കും. ഇത് അവര് മെല്ലെ മെല്ലെ ഈ പാർട്ട് ടൈംകാര് നേടിയെടുത്ത അവകാശമല്ല, ഒരു സൗകര്യപ്രദമായിട്ടുള്ള ഒരു സംവിധാനം അവരുണ്ടാക്കിയെടുത്താണ്. സത്യത്തില് ഇതേ രീതി അത് നിയമപരമല്ല ശരിക്കും. യഥാർത്ഥത്തിൽ ഈ പാർട്ട് ടൈം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും ഉച്ചവരെ എന്നാണ് അർത്ഥം. അപ്പോ ഈ പാർട്ട് ടൈമിന് ശരിക്കും ആഴ്ചയിൽ 15 പീരീഡിൽ താഴെ മാത്രമേ അവർക്ക് പീരീഡ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് അവർ പാർട്ട് ടൈം ആയിരിക്കുന്നത്. 16 പീരീഡാണ് ഉള്ളതെങ്കിൽ അവർ ഫുൾ ടൈം ആയി. പക്ഷെ 16 പീരീഡിൽ താഴെ 15ലും താഴെ നിൽക്കുമ്പോൾ അതുകൊണ്ടാണ് അവർ പാർട്ട് ടൈം പോസ്റ്റായിട്ട് നിലനിൽക്കുന്നത് എന്നതാണ് സത്യം. അപ്പോൾ PTCM നമ്മൾ കേട്ടിട്ടുണ്ടാവും. LP സ്കൂളിലുള്ള ഒരു തസ്തികയാണ്, ഗവൺമെന്റ് LP സ്കൂളിലുള്ള ഒരു തസ്തികയാണ് PTCM, പാർട്ട് ടൈം കണ്ടിൻജന്റ് മീനിയൻ. അവര് എല്ലാ ദിവസവും ഉച്ചവരെ വരണം, അതാണ് അവരുടെ ഡ്യൂട്ടി. എന്നാൽ ഏതെങ്കിലും ഹെഡ്മാസ്റ്റർമാർ സമ്മതിക്കുമോ? അവർ ആഴ്ചയിൽ 3 ദിവസം ആഴ്ചകളിലുള്ള എല്ലാ വർക്കുകളും 3 ദിവസം തീർത്ത് അവർ 3 ദിവസം വന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഒരു ഹെഡ്മാസ്റ്റർമാർ സമ്മതിക്കൂല. എന്നാൽ ഈ പാർട്ട് ടൈം ടീച്ചേഴ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എല്ലാ സ്കൂളിലും നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ചെറിയ ദോഷമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് പല ഹെഡ്മാസ്റ്റർമാർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. എല്ലാ ദിവസവും ഉച്ചവരെയാണ് എന്നാണ് അർത്ഥമാക്കുന്നത് എന്ന്. അപ്പൊ ഇവിടെ ഇത് പാർട്ട് ടൈം പോസ്റ്റ് ഈ ഡെയിലി വേജ് കേസിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാല്, ഇപ്പൊ ഡെയിലി വേജ് അധ്യാപകർ LP UP ആണെങ്കിൽ അല്ലെ ഹൈസ്കൂൾ അധ്യാപകരാണെങ്കിൽ ഈ LP UPക്ക് 810 രൂപ എന്ന് ഇവിടെ നിശ്ചയിച്ചിരിക്കുന്നത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ആ 810 രൂപ എല്ലാ ദിവസവും ഉച്ചവരെ വരുന്നതിനാണ്. ഇതല്ലാതെ ചില സ്കൂളിലെ ഹെഡ്മാസ്റ്റർമാർ എന്ത് ചെയ്യും? അവരാഴ്ചയിൽ 3 ദിവസം മാത്രം വരുത്തിയിട്ട് ഈ 810ഉം 840ഉം കൊടുക്കുന്ന സ്കൂളുകളുണ്ട്. ആ ഹെഡ്മാസ്റ്റർമാർക്ക് അറിയില്ല യഥാർത്ഥത്തിൽ ഇത് എല്ലാ ദിവസവും ഉച്ചവരേക്ക് വേണ്ടിയിട്ടുള്ള നിശ്ചയിച്ചിട്ടുള്ള ഒരു റേറ്റ് ആണ്. അപ്പൊ നമ്മൾ അറിയാത്ത ആൾക്കാർ, ഹെഡ്മാസ്റ്റർമാർ ശ്രദ്ധിക്കണം. ഈ പാർട്ട് ടൈം ടീച്ചേഴ്സിന് നിശ്ചയിച്ചിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഉച്ചവരെ വരുന്നതിലുള്ള റേറ്റ് ആണ്. നിങ്ങൾ യാതൊരു കാരണവശാലും ആഴ്ചയിൽ 3 ദിവസം അവരെ വരുത്തിയിട്ട് ഫുൾ മുഴുവൻ ദിവസവും ആഴ്ചയിൽ 3 ദിവസം വരുത്താന്ന് പറഞ്ഞാൽ അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്യണം 3 ദിവസം, പിന്നെ വരണ്ട. എന്നിട്ട് ഈ 810ഉം 840ഉം കൊടുക്കുന്ന ഹെഡ്മാസ്റ്റർമാരുണ്ട്. അത് വളരെ തെറ്റായ കാര്യമാണ്. കാരണം 3 ദിവസം ഫുള്ളായിട്ട് വന്നിരുന്നെങ്കിൽ LP UPക്ക് കിട്ടേണ്ട 1070 അവർക്ക് കൊടുക്കണമായിരുന്നു. അത് കൊടുക്കാതെ ഈ റേറ്റ് കൊടുക്കുന്ന സ്കൂള് ഹെഡ്മാസ്റ്റർമാരുണ്ട്. അത് ശ്രദ്ധിക്കണം. അത്തരം ഹെഡ്മാസ്റ്റർമാർ അത് തിരുത്തണം. അത് തെറ്റാണ്. യഥാർത്ഥത്തിൽ ഈ പാർട്ട് ടൈം പോസ്റ്റിലേക്ക് നിശ്ചയിച്ചിട്ടുള്ള റേറ്റ് എന്ന് പറയാം, ഡെയിലി വേജ് റേറ്റ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഉച്ചവരെ വരുന്നതിനാണ് എന്ന കാര്യം തിരിച്ചറിയുക. അല്ല എങ്കിൽ ടീച്ചേഴ്സ്, അങ്ങനെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ക്ലെയിം നിങ്ങൾ നിർബന്ധമായിട്ടും വെക്കണം. ഇതാണ് ശരി. അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചതാണ്. ഇത് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഇത് സ്ഥിരം അധ്യാപകരെ സംബന്ധിച്ച് ഇത്തരം പ്രശ്നങ്ങളില്ല. പക്ഷെ പാർട്ട് ടൈം ആകുമ്പോൾ ഡെയിലി വേജിലേക്ക് വരുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളിൽ ഈ പാർട്ട് ടൈമിൽ ഡെയിലി വേജ് എടുക്കുന്നവർക്ക് ഇത്തരത്തിൽ ചെയ്താൽ അവർക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. അതുകൊണ്ട് ആണ് ഇത് പ്രത്യേകമായിട്ട് പറഞ്ഞു തന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പിന്നെ ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ഈ ഡെയിലി വേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരു ജീവനക്കാരൻ്റെ ഒരു ടീച്ചർ ലീവ് എടുത്തു. ആ ടീച്ചർ ലീവ് എടുത്താൽ
ഒരു മാസത്തിന് മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഡെയിലി വേജിനെ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ടീച്ചർ 35 ദിവസം ലീവ് എടുത്താൽ അല്ലെ 31 ദിവസം ലീവ് എടുത്താൽ ആ ടീച്ചറുടെ പോസ്റ്റിലേക്ക് ഒരു ഡെയിലി വേജിനെ വെക്കാം. നേരത്തെ തന്നെ റെഡിയാക്കി വെക്കണം. റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂ ഒക്കെ നടത്തി നേരത്തെ റെഡിയാക്കിയിരുന്നാൽ അങ്ങനെ വെക്കാവുന്നതാണ്. അല്ല, ഒരു ടീച്ചർ 25 ദിവസം ലീവ് എടുത്തു, ആ ലീവ് എടുക്കുന്ന ദിവസത്തേക്ക് ഡെയിലി വേജിനെ വെക്കാൻ കഴിയില്ല. ഈ ഒരു മാസത്തിൽ കൂടുതൽ ലീവ് ഉണ്ടെങ്കിൽ മാത്രമേ ഡെയിലി വേജിനെ ദിവസവേതനത്തിൽ വെക്കാൻ പറ്റുള്ളൂ എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കണം. അത്തരത്തിൽ വരുമ്പോൾ അത് ഹോളിഡേയ്സ് ഉൾപ്പെടെ ഒരു മാസം മതി. അല്ലാതെ ഒരു മാസം 30 ഡേയ്സ് വർക്കിംഗ് ഡേ വേണ്ട, ഹോളിഡേയ്സ് ഉൾപ്പെടെ 30 ദിവസത്തേക്ക് മതി. ഇത്തരത്തിൽ വരുന്ന സമയത്ത് അതിനുള്ള അങ്ങനെ ലീവ് എടുക്കുമ്പോൾ കുട്ടികൾക്കും അല്ലെങ്കിൽ മറ്റ് ജോലികളും തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു ഡെയിലി വേജ് സംവിധാനം നമ്മൾ എയ്ഡഡ് സ്കൂളുകളിൽ പോലും നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹെഡ്മാസ്റ്റർമാർക്ക് തീർച്ചയായിട്ടും ഒരു ടീച്ചർ 20 ദിവസത്തെ ലീവുമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് 30 ദിവസത്തിൽ ആക്കണം എന്ന് പറയാനുള്ള പവർ ഉണ്ട്. കാരണം ഈ ലീവ് എന്ന് പറയുന്നത് ഒരു അവകാശമല്ല. ലീവ് അർഹതപ്പെട്ടതാണെങ്കിലും അവകാശമല്ല. ഒരു ഹെഡ്മാസ്റ്റർ പറയാണ് 20 ദിവസത്തെ ലീവുമായിട്ട് ഒരു ടീച്ചർ ചെല്ലുമ്പോൾ ഒരു ഹെഡ്മാസ്റ്റർ പറയാണ് അത് സാധ്യമല്ല, നിങ്ങൾ ലീവ് എടുക്കുന്നുണ്ടെങ്കിൽ 30 ദിവസത്തിന് മുകളിൽ എടുത്തോളൂ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കേട്ടേ മതിയാവും. അപ്പം ലീവ് സാങ്ഷനിങ് അതോറിറ്റി ആരാണോ അയാളുടെ മേലെ ലീവിൻ്റെ കാര്യത്തിൽ ഒരു അതോറിറ്റി ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരു ഹെഡ്മാസ്റ്റർ ലീവ് നിഷേധിച്ചാൽ നിഷേധിച്ചത് തന്നെയാണ്. അത് നമ്മൾ അതിൻ്റെ മേലെ DOയിലോ DDയിലോ ഒന്നും പോയിട്ട് ഒരു കാര്യമില്ല. അതാണ് ഈ ലീവ് സാങ്ഷനിങ് അതോറിറ്റിയുടെ ഒരു പവർ എന്ന് പറയുന്നത്. അപ്പോൾ ലീവ് എന്ന് പറയുന്നത് അർഹതപ്പെട്ടതാണെങ്കിലും അവകാശമല്ല. ഇപ്പം ഇത്തരത്തിലുള്ള ലീവുകൾ എടുക്കുന്നവർക്ക് തുടർച്ചയായിട്ട് ലീവ് എടുക്കുമ്പോൾ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ കുട്ടികളുടെ ക്ലാസ്സുകളും ഒക്കെ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡെയിലി വേജ് സംവിധാനം നമ്മൾ സർക്കാർ സ്കൂളുകളിലും സർക്കാർ ഓഫീസുകളിലും പിന്നെ അതേപോലെ എയ്ഡഡ് സ്കൂളുകളിൽ ഉൾപ്പെടെ നടക്കുന്നത്. എയ്ഡഡ് സ്കൂളിൽ നമ്മൾ ആ ഒരു മാസത്തെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്രൂവലിന് വേണ്ടിയിട്ട് പിന്നെ AEOയ്ക്ക് DOയ്ക്ക് സമർപ്പിച്ച് അപ്രൂവൽ നേടാവുന്നതാണ്. അപ്രൂവൽ നേടിക്കഴിഞ്ഞാൽ അവർക്ക് എത്ര കാലം വർക്ക് ചെയ്തോ അത്രയും കാലത്തെ ഡെയിലി വേജ് സാലറിയും കൊടുക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സംവിധാനം. അപ്പോൾ എന്നാൽ ഒരു സ്ഥിരം പോസ്റ്റിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ ഒരു സ്ഥിരം തസ്തികയിൽ ചിലപ്പോൾ അത് റാങ്ക് ലിസ്റ്റ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ സ്ഥിരം തസ്തികയിൽ നിയമിക്കുന്ന സമയത്ത് റാങ്ക് ലിസ്റ്റ് ഒക്കെയുള്ള തസ്തികയിൽ നിയമിക്കുന്ന സമയത്ത് ബന്ധപ്പെട്ട DDമാരുടെ ഒരു പെർമിഷൻ വാങ്ങുന്നതാണ് ഉചിതം. ഇപ്പോൾ സാധാരണഗതിയിൽ DDമാർ അതിനിപ്പോൾ ഓരോ വർഷവും ആദ്യം തന്നെ ഡെയിലി വേജിനെ നിയമിക്കാനുള്ള ഒരു പെർമിഷൻ കൊടുക്കാറുണ്ട്. ആ നിയമനം വാങ്ങിയതിന് ഒരു അപ്രൂവൽ വാങ്ങിയതിന് ശേഷം നിയമിക്കുന്നതാവും എപ്പോഴും ഒരു എന്താ പറയണ്ടേ ഹെഡ്മാസ്റ്റർമാരുടെ ഒരു പ്രൊട്ടക്ഷൻ നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതാണ് ഈ ഡെയിലി വേജ് എന്ന് പറയുന്ന ആ ഒരു തസ്തികയെ പറ്റി മൊത്തത്തിൽ പറയാനുള്ളത്. വെറുതെ ഇത് വേതനം വർദ്ധിപ്പിച്ച കൂട്ടത്തിൽ അതിനോടനുബന്ധിച്ച മറ്റ് ചില കാര്യങ്ങൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ പുതിയ റേറ്റിന് 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യമുള്ളൂ എന്ന കാര്യവും നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഇതിന് മുൻകാല പ്രാബല്യമില്ല, അരിയറില്ല, കുടിശ്ശികയൊന്നുമില്ല. അതിന് ശേഷം വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഈ റേറ്റിൽ നമുക്ക് ഡെയിലി വേജ് സാലറി എഴുതി വാങ്ങാവുന്നതാണ്. ഓക്കെ, എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.